എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആതിര കൃഷ്ണൻ. മെഡിറ്റൽ എന്ന ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 years ആയി. അപ്പോൾ ഒരു സെൽഫ് റിവ്യൂയുടെ ഭാഗമായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഒരു പബ്ലിക് ഹെൽത്തിൻ്റെ ആസ്പെക്റ്റിലാണ്. അതായത് പബ്ലിക്കിലേക്ക് ഹെൽത്ത് അവയർനെസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 15 വീഡിയോസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടുതലും 2-3 പ്രോഗ്രാമാറ്റിക് ആയിട്ട്, അതായത് ഹെൽത്ത് പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റേറ്റിലും നാഷണൽ ലെവലിലും റൺ ചെയ്യുന്ന പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോസ് ഉണ്ട്. അതുകൂടാതെ ഹെൽത്തിനെ നമ്മൾ വേറെ ആസ്പെക്ട്സുമായിട്ട് കൂട്ടിച്ചേർത്ത്, അതായത് നമ്മുടെ ബിൽഡ് സ്ട്രക്ചർ, എൻവയൺമെൻറ്റ്, പിന്നെ ബാക്കി ലൈഫ് ഫോംസ്, ഇതിനെയൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ എങ്ങനെ നമ്മുടെ എൻവയൺമെൻറ്റിൽ ഹെൽത്ത് നമ്മൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള കാരണത്താൽ നമ്മുടെ ഹെൽത്ത് എങ്ങനെ അഫക്റ്റ് ആയിപ്പെടുന്നു. അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണ് കൂടുതലും ഇട്ടേക്കുന്നത്. ഇത് പബ്ലിക്കിലേക്ക് കൂടുതൽ അവയർനെസ് ക്രിയേഷനാണ്. കൂടുതലും ഈ എമർജൻസി പർപ്പസിനുള്ള വീഡിയോസ് അല്ല, അതായത് ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു എമർജൻസി പ്രിപ്പയർനെസ് അതിനുള്ള വീഡിയോസ് അല്ല. കൂടുതലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ കൂടുതലും വായിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കാനും ഉള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇതിൽ 15 വീഡിയോസ് ഉള്ളതിൽ 12 വീഡിയോസും ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോസും അതിൻ്റെ ടോപ്പിക്സുമാണ്. അപ്പം നമ്മൾ ഏത് വീഡിയോ എടുക്കുമ്പോഴും, ഇപ്പോൾ സപ്പോസ് നമ്മൾ ആരെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വർക്ക് നമ്മൾ കോപ്പി ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ വേറെ ഏതെങ്കിലും ചാനലുമായിട്ട് നമ്മൾ അസോസിയേറ്റഡ് ആണെങ്കിലോ ഒക്കെ നമ്മൾ ക്രെഡിറ്റ്സ് കൊടുക്കണം. അതേപോലെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ദൂരദർശനിൽ സാമൂഹ്യ പാഠം എന്ന പ്രോഗ്രാമിൽ ലൈവായിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് നാഷണൽ അർബൻ ഹെൽത്ത് മിഷനെ കുറിച്ച് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജാണ് അതിൽ ഉള്ളത്. അതൊരു ലൈവ് പ്രോഗ്രാം ആയിരുന്നു, പക്ഷേ അത് ഇപ്പോൾ ഒരു സ്ട്രീം ചെയ്ത് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഡൗട്ട്സ് ലൈവായിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനും അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റോ അല്ലെങ്കിൽ സജഷൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം നമ്മൾ പല ടോപ്പിക്സും എടുത്തിട്ട് നമ്മൾ ഡേയ്സ് ഒബ്സർവ് ചെയ്യും, അതായത് ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യും, ഒബ്സർവ് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ വർഷവും ഇത് ഒബ്സർവ് ചെയ്യുന്ന ഒരു ഡേ ആണ്, ഒരു സെലിബ്രേഷനായിട്ട് എടുക്കുന്ന ഡേ ആണ്. അതിന് തീംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 2020 എടുത്ത ഒരു വീഡിയോ ആണ്. തീമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഡിസ്കഷൻ പോയിരിക്കുന്നത്, പക്ഷെ കുറച്ചൊരു വൈഡായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കൂടുതലും വിമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്, പക്ഷെ നമ്മൾ കുറച്ച് ഒരു അതർ ജെൻഡേഴ്സിനെ കുറിച്ചും പുതിയ ജെൻഡേഴ്സിൻ്റെ ഒരു ഉത്ഭവത്തിനെ കുറിച്ചും അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ട്യൂബർക്കുലോസിസ് പ്രോഗ്രാമിനെ കുറിച്ചാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ക്ഷയരോഗം ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാം ആയിരുന്നു. ഇപ്പോൾ അത് ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ എന്താ, കൺട്രോൾ എന്താ? കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കുകയാണ്, എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ മുക്തമാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിമുക്തമാക്കുന്നതിൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എലിമിനേഷൻ ഉണ്ട്, ഇറാഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ എലിമിനേഷൻ, അപ്പം നമ്മൾ ട്യൂബർക്കുലോസിസ് എന്ന് പറഞ്ഞ അണു നമ്മുടെ ചുറ്റുപാടും ഉള്ളതുകൊണ്ട് നമ്മൾ ഇറാഡിക്കേഷനിൽ പോകാൻ പറ്റില്ല, എലിമിനേഷനൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അതിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിൻറ്റ്സ് കൂടുതലായിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നാലാമത്തെ വീഡിയോ നമ്മുടെ HIV AIDS അതിനെ പറ്റിയിട്ട് ഉള്ള ഡിസ്കഷനാണ്. അപ്പോൾ അതിൽ രണ്ടും വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഈ അണുബാധ എന്താണെന്നും അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുന്നതെന്നും ഒക്കെ ഉള്ളൊരു ഡിസ്കഷനും ഉണ്ട്. അതുകൂടാതെ പ്രോഗ്രാമായിട്ട് എന്താണ് ഇപ്പം നമ്മുടെ
സ്റ്റേറ്റിൽ നടക്കുന്നതും നാഷണൽ ലെവലിൽ നടക്കുന്നതും എന്താണ് പ്രോഗ്രാമാറ്റിക്കായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടക്കുന്നതെന്നുള്ള ഒരു ഡിസ്കഷനാണ്. അപ്പോൾ അത് വാസ്റ്റായിട്ട് അതിൻ്റെ അണുബാധനെക്കുറിച്ചും അതിൻ്റെ പ്രോഗ്രാമിനെക്കുറിച്ചും അത് എങ്ങനെ നമ്മൾ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു ഡിസ്കഷൻ ആയതുകൊണ്ട് രണ്ട് ഭാഗമായിട്ട് പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. അപ്പോൾ ഇതിൽ എനിക്കൊരു അതിശയം തോന്നി എന്താണെന്ന് വെച്ചാൽ മിക്കവരും ഒരു പാർട്ട് കാണുന്നുണ്ട്, മറ്റേ പാർട്ട് കാണുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വ്യൂവേഴ്സ് അനുസരിച്ച് നമുക്കറിയാമല്ലോ. അപ്പോൾ അതെന്താണെന്നുള്ളതിൻ്റെ ഒരു സംശയം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും 2 പാർട്ടും കണ്ടാലേ അതിൻ്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ 2 പാർട്ടും വ്യൂ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. വേറൊരു പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ഭാഗമാവുകയാണെങ്കിലോ ആ പ്രോഗ്രാം നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുകയാണെങ്കിലോ ക്രെഡിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മോണ്ടിസോറി ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അതായത് മോണ്ടിസോറി എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് സിലബസ് ആണ്. ഒരു ഹോം സ്കൂളിംഗ്, ടീച്ചർ ട്രെയിനിങ്, അങ്ങനെ പല കാര്യങ്ങളും സ്കിൽ ഡെവലപ്മെൻറ്റ് ഒക്കെ നടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഡിസ്കഷനും മെൻസ്ട്രൽ റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് അതിൻ്റെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യാം, കൂടുതലും ടാക്കിൾ ചെയ്യുന്നതും സൊല്യൂഷൻ ബേസ്ഡും അല്ല, കൂടുതലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോളജും മെൻസ്ട്രേഷൻ്റെ ഫിസിയോളജി, പിന്നെ ആ ടീച്ചേഴ്സിന് എങ്ങനെ ഈ ഇൻഫർമേഷൻ കുട്ടികൾക്ക് പടർന്നു കൊടുക്കാം, എങ്ങനെയാണ് മെൻസ്ട്രൽ പ്രോബ്ലംസ് ഡീൽ ചെയ്യേണ്ടത്, കുട്ടികളിപ്പോൾ വന്ന് ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ ടീച്ചറിന് അറിയണ്ടേ. അപ്പോൾ ആ എൻ്റെ ഭാഗമായിട്ട് ഒരു ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സിനെ പോലെ എടുത്ത ഒരു ക്ലാസ് NCDCയുടെ ഭാഗമായിട്ട് മോണ്ടിസോറി ടീച്ചേഴ്സിനെ എടുത്ത ഒരു ക്ലാസ്, ആ വീഡിയോ ഷെയർ ചെയ്ത് ചാനലിലിട്ടേക്കാണ്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ഹെൽത്ത് ആൻഡ് ആർക്കിടെക്ചർ, ഇത് കുറച്ച് ആലോചിച്ചിരുന്ന് നമ്മൾ ഉണ്ടാക്കിയൊരു ടോപ്പിക്കും ഡിസ്കഷനുമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ബിൽറ്റ് എൻവയൺമെൻറ്റും അതിൻ്റെ കൂടെയുള്ള അതർ സറൗണ്ടിങ്സും അതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്ന എൻവയൺമെൻറ്റിനെയും നമ്മുടെ ആരോഗ്യത്തിനെ എങ്ങനെ ബാധിക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഈ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്നും ഓഫീസാണെങ്കിലും വീടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ യാത്രയാണെങ്കിലും ഒക്കെ നമ്മുടെ ചുറ്റും ഒരു സ്പേസ് ഉണ്ട്. അത് നമ്മളെങ്ങനെ അതിനെ ചേഞ്ച് ചെയ്താൽ നമുക്കെങ്ങനെ കൂടുതൽ ആരോഗ്യപരമായിട്ടിരിക്കാൻ പറ്റുമെന്നും ആ സ്പേസ് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ഉള്ള കാര്യങ്ങളാണ് അത് കൂടുതലും അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അത് കൂടുതലും ഈ ടോപ്പിക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പല സീസണലായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ സ്ട്രക്ചറൽ ചേഞ്ചസിനെ ഉണ്ടാക്കി അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സും കുറേ ബിൽട്ടും ഒക്കെ വരുന്നുണ്ട്. അത് എന്തുകൊണ്ട് വരുന്നു? നമ്മൾ കൂടുതൽ എൻവയൺമെൻറ്റുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിച്ചാലേ നമ്മുടെ ആരോഗ്യം കൂടുതലായിട്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹെൽത്ത് ആസ്പെക്ട്സും ഡിസ്കസ് ചെയ്യുന്ന 2 വീഡിയോസാണ്. പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ ഒരു അതിശയം എന്താണെന്ന് വെച്ചാൽ പാർട്ട് 2 കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ട്, പാർട്ട് 1 വ്യൂവേഴ്സ് ഇല്ല. പാർട്ട് 1 കണ്ടാലേ പാർട്ട് 2 മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് കമൻറ്റോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. ഡെഫിനറ്റ്ലി അതിൻ്റെ റിപ്ലൈയും തിരിച്ച് തരുന്നതായിരിക്കും. ലോ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നേച്ചർ റിലേറ്റഡ് ലോസ് ഉണ്ട്. അതുകൂടാതെ നമ്മളായിട്ട് ഉണ്ടാക്കി കുറേ ലോസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ഡിസ്കഷനാണ് അടുത്ത വീഡിയോ. അതായത് ഹെൽത്ത് ആൻഡ് ലോ, അത് ലോ ആസ്പെക്ട്സ് നമ്മുടെ ഹ്യൂമൻസ് ആയിട്ട് ഉണ്ടാക്കിയ ലോസിന് ഡിസ്കസ് ചെയ്യാൻ അഡ്വക്കേറ്റ് ആയിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് 3 പാർട്ടായിട്ടുണ്ട്.
മൂന്ന് പാർട്ട് കൂടുതലും നമ്മൾ എൻവയൺമെൻ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള, മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ റീസെൻ്റ്ലി നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായത് അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടുതലും ക്ലിനിക്കൽ ഓറിയൻറ്റഡ് അല്ല. അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ ഇന്ന കാര്യം ചെയ്തു, ഹോസ്പിറ്റൽ റിലേറ്റഡ് നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഡോക്ടർ റിലേറ്റഡ് നെഗ്ലിജൻസ് അങ്ങനത്തെ ഡിസ്കഷൻ അല്ല ഇതിൽ. കൂടുതലും ഒരു എൻവയൺമെൻറ്റ് റിലേറ്റഡ്, പബ്ലിക് റിലേറ്റഡ്, പബ്ലിക് മൊത്തമായിട്ട് സ്വന്തമായിട്ട് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ലോ റിലേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡിസ്കഷനാണ്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കമൻറ്റോ സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലിടാം. നമ്മൾ ആരാണോ ഡിസ്കസ് ചെയ്യുന്ന ആ അഡ്വക്കേറ്റ് ആണെങ്കിലും ഞാനാണെങ്കിലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് സാനിറ്റേഷൻ ആൻഡ് ഹെൽത്ത്. അപ്പം നമ്മൾ ഒരുപാട് സാനിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് നമ്മുടെ വേസ്റ്റ് കൂമ്പാരങ്ങൾ, ലാൻഡ് ഫിൽസ്, അത് നമ്മളെങ്ങനെ വീടിൻ്റെ ലെവലാണെങ്കിലും അല്ലെങ്കിൽ പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ആണെങ്കിലും നമ്മളത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊന്നും കൃത്യമല്ല. അത് കാരണമുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് കാരണമുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് പറയുന്നത് അൺലിങ്കിങ് സാനിറ്റേഷൻ ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടാണ് ആ ടോപ്പിക് ഇട്ടേക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും അറിയാം, നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സാനിറ്റേഷനെ എപ്പോഴും പറയുന്നത്. അത് കാരണം അത് നമ്മൾ ആ ടോപ്പിക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള വിവരം നമ്മൾ അതങ്ങ് മേർജായി പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മളത് എടുത്ത് ആലോചിക്കാനുള്ള ഒരു സാധ്യത ഇല്ലായ്മയുണ്ട്. അത് കാരണമാണ് അത് അൺലിങ്ക് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ രണ്ടും വേർതിരിച്ച് സാനിറ്റേഷൻ വേറെ ഹെൽത്ത് വേറെ എന്ന് ആലോചിച്ച് അതിനെക്കുറിച്ചുള്ള ആ ഓർമ്മ തിരിച്ചു വരുത്തി പിന്നെ നമ്മൾ അതിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ആ ടോപ്പിക്കിന് അങ്ങനെ ഒരു പേരിട്ടേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഇപ്പോൾ NCDC ടീച്ചേഴ്സ് എന്നുള്ള ക്ലാസ് നേരത്തെ നമ്മൾ എടുത്തിരുന്നു, മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിലാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് മോണ്ടിസോറി ടീച്ചേഴ്സ്, പുതിയ ബാച്ച് ആയിട്ടുള്ള ടീച്ചേഴ്സിനുള്ള ഇൻഡക്ഷൻ, അവരെ വെൽക്കം ചെയ്യുന്ന ഒരു വീഡിയോയും അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് ഉള്ള ഡൗട്ട് ക്ലിയറിങ്ങും പിന്നെ അവരുടെ കുറേ സജഷൻസും അവരുടെ കുറേ എക്സ്പീരിയൻസസും പിന്നെ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഒരു നല്ല നീളമുള്ളൊരു വീഡിയോ ആണ്. എനിക്കറിയാം ഒരു 40 മിനിറ്റ്സിൽ കൂടുതൽ ആർക്കും ഒരു വീഡിയോ ഇങ്ങനെ ഇരുന്ന് സൂക്ഷ്മമായിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പാർട്സ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കേൾക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇൻ്റഗ്രേറ്റഡ് ഹ്യൂമൻ, ആനിമൽ, ഏവിയൻ, മറൈൻ ആൻഡ് എൻവയറമെൻ്റൽ ഹെൽത്ത് എന്നൊരു ടോപ്പിക്കാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഈ ചാനലിൽ ഇട്ടേക്കുന്നത്. അത് 2 പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഡിസ്കസ് ചെയ്യുന്നത് വെറ്റിനറി ഡോക്ടറുമായിട്ടാണ്. പബ്ലിക് ഹെൽത്ത്, വെറ്റിനറി സൈഡിൽ നിന്നുള്ള പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. അപ്പോൾ അതിൽ കൂടുതലും നമ്മൾ ആനിമൽ ലൈഫ്, ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാം ആനിമൽസും മാത്രമല്ല വൈൽഡ് ആനിമൽസും വൈൽഡ് ലൈഫ് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു ബേസിക് അവയർനെസ് വീഡിയോ ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഒരു നോളജ് വേണം. ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തുകൊണ്ട് ഒരു പുതിയ അസുഖം ഉണ്ടാകുന്നു, എമർജിങ് ഡിസീസ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വയനാട്ടിൽ ഒരു KFD, കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞുണ്ടാകുന്നു. അപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു പാനിക് അല്ല അതിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഒരു ഫിയർ അല്ല ആവശ്യം. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം ഇങ്ങനത്തെയൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടായതും ഉണ്ടാവാൻ സാധ്യതയുള്ളതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ട് കമൻറ്റും സജഷനും തരിക. ഇപ്പോൾ 2 years ആയിട്ട് മെഡിറ്റൽ എന്ന് പറഞ്ഞ ഹെൽത്ത് റിലേറ്റഡ് ടോക്സ് ഉള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു കമൻറ്റും അതിൻ്റെ ഒരു സജഷനും പിന്നെ കൂടാതെ ഒരു പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോൾ ക്രിയേഷനിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ ഓൾറെഡി കാണും. അപ്പോൾ അതിൽ എങ്ങനെയാണ് ചാനൽ കണ്ടൻ്റ് എന്നും ചാനൽ കണ്ടൻറ്റ് കൂടുതൽ ഇൻഫർമേറ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടോ അത് ഇങ്ങനെ തന്നെ പോയാൽ
പോയാൽ മതിയോ എന്നൊക്കെ ഒരു പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്, കൂടുതലായിട്ടുള്ള വീഡിയോസ് ഇതിൻ്റെ അകത്ത് ബേസിക് അവയർനെസ്സിന് വേണ്ടിയിട്ടും പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇടുന്നതായിരിക്കും. താങ്ക് യു.